നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വൃത്തി 2025 ദി ക്ലീൻ കേരള കോൺക്ലേവിൻ്റെയും മുന്നോടിയായി കണ്ണൂർ പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് സംസ്ഥാന ശുചിത്വ മിഷൻ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂർ റെയിൻബോ സ്യൂട്ടിൽ നടത്തിയ ശില്പശാല തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ ഉദ്ഘാടനം ചെയ്തു. ഈ സാഹചര്യത്തിൽ പോകണമെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഞാൻ പിരിവ് കൊടുത്തിട്ടുണ്ടെന്ന്. അതുപോലെയാണ് നമ്മൾ പല ആൾക്കാരും പറയാം, ഞാൻ 50 രൂപ യൂസർ ഫീ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ലൈസൻസ് ഫീസ് എടുക്കുന്നുണ്ട്, എനിക്ക് അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഓർക്കുക, ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മാലിന്യം ഉണ്ടാക്കുന്ന എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നാണ് പറയുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന മാലിന്യം സംസ്കരിക്കേണ്ടതും അത് പരിപാലിക്കേണ്ടതും അതിനെ കൈയൊഴിയേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണ്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന റോളുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. മാലിന്യ സംസ്കരണം നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അജൈവ മാലിന്യങ്ങൾ സംഭരിക്കാൻ വീടുകളിലെത്തുന്ന ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് 50 രൂപ ഫീസ് കൊടുക്കാൻ പലർക്കും മടിയാണ്. എന്തിനാണ് പണം തരുന്നത്? ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് വിമുഖ കാട്ടുകയാണ് ചിലർ. ജൈവ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കണം. മുൻകാലങ്ങളിൽ പൊതു റോഡുകളിൽ തള്ളിയ സാധനങ്ങളാണ് പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങൾ. ഈ വിഷയത്തിൽ ഇപ്പോഴും ബോധമില്ലാത്തവരുണ്ട്. അത്തരക്കാരെ ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാലാവില്ല, മറിച്ച് പത്രമാധ്യമങ്ങളിൽ കൂടി മാത്രമേ സാധ്യമാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മാർക്കറ്റിൽ ഉൾപ്പെടെ നഗരത്തിലെ പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരത്തെ തടയാൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് ജോയിന്റ് ഡയറക്ടർ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതം പറഞ്ഞു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്യാമ്പയിൻ കോർഡിനേറ്റർ സുനിൽ ദത്തൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ KM എന്നിവർ സംസാരിച്ചു. പിന്നെ ചോദിക്കുന്ന സാധാരണ മാവേലി സ്റ്റോറിൽ എന്താ പ്ലാസ്റ്റിക്കിന്റെ സ്ഥിരം നമ്മൾ ചോദിച്ച സൂപ്പർ മാർക്കറ്റില് പ്ലാസ്റ്റിക്കിന്റെ കഴിക്കും. അപ്പൊ അത് പ്ലാസ്റ്റിക് പാക്കിങ് 50 മൈക്രോണിന് മുകളിലുള്ളത് ഉപയോഗിക്കാൻ പറയുന്നത് കട്ടിയുള്ള പ്ലാസ്റ്റിക് പാക്കിങ്ങിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല EPR എടുത്ത ചില കമ്പനികളുണ്ട്, അത് വെച്ചാൽ അവരുപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്വാണ്ടിറ്റി റീസൈക്കിൾ ചെയ്യാനുള്ള പണം മുൻകൂർ കേന്ദ്ര സർക്കാർ അടക്കുന്ന EPR എന്നത് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.